ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ വിവാദമായിരുന്നു ബാർക്കോഴ വിവാദം. ഈ ബാർക്കോഴ വിവാദവും പിന്നീട് നടന്ന ഗ്രൂപ്പ് പോരുകളെ കുറിച്ചും ഒക്കെ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻ മന്ത്രിയായിരുന്ന കെ ബാബു. ബാബു പറയുന്നതെന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് ആയിരുന്ന അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരന്റെ കടുംപിടുത്തങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയതെന്നും ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നിലും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് സത്യത്തില് ഈ നമുക്ക് അറിയാവുന്ന പോലെ ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ്സുകാർ തന്നെയാണ്. അല്ലാതെ മറ്റ് ആരെയും നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. CPM അല്ല, അന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM ആണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്. ഇതെല്ലാ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ 2016 ശേഷമുള്ള ഓരോ ദിവസവും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനുശേഷവും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം, ഇതൊരു കോൺഗ്രസിൻ്റെ ഒരു ശാപമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ വീഴ്ത്താൻ തൊട്ട് പിന്നാലെ എത്തുന്നവരുണ്ടാകും എന്നുള്ള ഒരു കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സത്യം അത് തന്നെയായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അന്നത്തെ KPCC അധ്യക്ഷനും അതായത് പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായ ഇടച്ചിലിൻ്റെ പരിണിത ഫലം തന്നെയായിരുന്നു ബാർക്കോഴ വിവാദം എന്ന് പറയുന്നത്. അതായത് അന്ന് ഈ ഉമ്മൻചാണ്ടി ബാറുകൾക്കൊരു ക്രൈറ്റീരിയ നിശ്ചയിച്ചു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ബാറുകളും അന്ന് പിന്നെ താൽക്കാലികമായി അടച്ച ബാറുകൾ പലതും ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. 4 സ്റ്റാർ ഹോട്ടലുകൾ വരെ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ, മദ്യം വിളമ്പാനുള്ള അനുമതിയുള്ളൂ എന്ന് പറയുന്ന ഒരു വിചിത്രവാദം. ആ കാലങ്ങളിലേക്ക് ഹോട്ടലുകളായിട്ടല്ല ബാറുകൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ താമസിക്കാനുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും സൗകര്യമുള്ള ഒരു സംഭവത്തെ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പം അവിടങ്ങളിൽ ഈ ബാർ ഹോട്ടലുകൾ എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് പലരും ഈ ബാറ് എന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഓരോ ബാറും പിന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെയല്ല ബാർ ലൈസൻസിന് വേണ്ടിയിട്ടും അബ്കാരി ലൈസൻസിന് വേണ്ടിയിട്ടും ലക്ഷക്കണക്കിന് രൂപ ഈ പറഞ്ഞ മന്ത്രിമാരുടെ എല്ലാം കീശയിലോട്ട് തള്ളിക്കൊടുത്തേ പറ്റൂ. പിന്നെ ലൈസൻസ് എടുക്കുന്നതിന് പ്രത്യേക നിയമങ്ങളും അതിന് ഫീസും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരാൾ ഒരു ബാർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ബാർ ക്ലോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു. പക്ഷേ ഇതിനെല്ലാം ആ ബാറ് പൂട്ടിക്കിട്ടുക എന്ന് പറയുന്ന ഒരു ആവശ്യം VM സുധീരൻ്റെതായിരുന്നു. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു വികാരം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം സ്വാഭാവികമെന്നോണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള വളരെ പ്രധാനിയായ ബിജു രമേശ് അടക്കമുള്ള പിന്നെ ഈ ബാർ ഉടമസ്ഥർ അന്ന് ഇവരെ കാണാനും ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ആ ബാറിൽ എങ്ങനെയെങ്കിലും ലൈസൻസ് വേണം, ബാറിന് ലൈസൻസ് വേണം, അതിന് കോഴ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു രമേശ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വരുന്നു. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ KPCC അധ്യക്ഷന്മാർ ഒരു കാരണവശാലും മുഖ്യമന്ത്രിമാരെ ഭരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അധികം ശത്രുക്കൾ ഉണ്ടായിരുന്നതും സ്വന്തം മന്ത്രിസഭയിലും സ്വന്തം പാർട്ടിക്കുള്ളിലും തന്നെയായിരുന്നു. അങ്ങനെ സംഭവിക്കൂ. അതിന് കാലം എന്ന് പറയുന്ന കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, K കരുണാകരൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് നിൽക്കുന്ന VD സതീശൻ വരെയുള്ളവർ എത്തി നിൽക്കുന്നുണ്ട്. അവരെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. എല്ലാവരും സ്വന്തം മുന്നിൽ പോയ നേതാക്കന്മാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ ചവിട്ടി പിന്നിൽ നിന്ന് കുത്തി എല്ലാവരും കട്ടപ്പന്മാരാണ്. സത്യത്തിൽ എല്ലാ നേതാക്കന്മാരും കട്ടപ്പന്മാരാണ്. ഇപ്പം K കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംവിധാനം കൊണ്ടുവന്നു. അതായത് തിരുത്തൽ വാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം കൊണ്ടുവരുന്നു. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി ഹരിത MLA-മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ഇനിയിപ്പം പിന്നീട് അതിനുശേഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിമാരില്ലാത്തത് കൊണ്ടാണ് ഇതിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 2021 ഒരു പിന്നെ മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നെങ്കിൽ ആ രമേശ് ചെന്നിത്തലയെ കുത്തി താഴെയിടും. എന്നിട്ട് പ്രതിപക്ഷം എത്തിയപ്പോഴോ 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന രമേശ് ചെന്നിത്തലയാണ്. ഈ യുവതുർക്കി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന കരുണാകരനെ പൊളിച്ച് താഴെയിടാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു 2021 വരെയുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് ആ പ്രതിപക്ഷ നേതാവ് എന്ത് സംഭവിച്ചു? ആ പ്രതിപക്ഷ നേതാവിനെ പിന്നെ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലോടുകൂടി തന്നെ അവിടുന്ന് ഇളക്കി ദൂരെ കളയാൻ സാധിച്ചു. VM സുധീരൻ മാറി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്ന സമയത്ത് ആ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒരു സുപ്രഭാതം കൊണ്ട് ഒഴിച്ചു മാറ്റിയിട്ട് അവിടെ K സുധാകരനെ കൊണ്ടിരുത്താൻ കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക KPCC അധ്യക്ഷൻ്റെ കാലാവധി പൂർത്തിയാക്കും മുമ്പ് തന്നെ ആ കസേരയിൽ നിന്ന് അതേ ആളുകൾ തന്നെ പിന്നെ K സുധാകരനെ വലിച്ച് താഴെയിടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിൽ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുറന്നെഴുത്താണ് K ബാബു പറയുന്നത്. അത് K ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ഒരാൾ K ബാബുവാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ വരെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്.
കെ ബാബു അത്ര നല്ല ആളൊന്നും അല്ല ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കെ ബാബു പിന്നെ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യം തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടതാണ്. ആരുടെയും കാലം പിടിക്കാൻ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ BJP സ്ഥാനാർത്ഥി തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയതാണ്. കാര്യം അവിടുത്തെ BJPയുടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി കെ ബാബു അവിടെ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളും അതിനെ തുടർന്ന് പിന്നെ ഉണ്ടായ വീഴ്ചകളും KS രാധാകൃഷ്ണൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹം ഇനി മേലാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് തന്നെയാണ്. ഇപ്പോഴും BJPക്കാർ കാല് വാരിയതിൻ്റെ ഒരു ചുരുക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു നിഷ്പക്ഷ സമീപനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു BJP വക്താവ് എന്നുള്ള നിലയ്ക്കപ്പുറം, ഇതിനുള്ളിൽ BJP ഉണ്ട് കേട്ടോ, എന്നാലും പൊതു ഇടങ്ങളിൽ അദ്ദേഹം ഒരു നിഷ്പക്ഷമതി എന്നുള്ള നിലയിൽ തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾ പിന്നീട് വന്നത് സോളാർ കേസ് കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയെ കുടുക്കി. അത് ആരാണ് കുടുക്കുകയെന്ന് ചോദിച്ചാൽ KPCC തന്നെയാണ് ആ പരാതി പോരുന്നത്. അപ്പം അങ്ങനെ ഈ ഒരുപക്ഷെ കേരളത്തിൽ നടപ്പിലായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു പ്രോജക്റ്റ് പിന്നെ ഈ പറയുന്ന സോളാർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ അഴിമതിയില്ല നടപ്പിലാക്കാൻ കഴിയുമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും കോൺഗ്രസ്സുകാരായതുകൊണ്ട് മാത്രം അഴിമതി ഉണ്ടായത്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ K-Phone എന്ന് ഇപ്പം പിന്നീട് ഈ സോളാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ഭയമായിരുന്നു. കാരണം ഭയം മാത്രമല്ല, അത് പിന്നെ എന്തോ ഒരു അശ്ലീല വാക്കായി സോളാർ മാറുകയും ചെയ്തു. അത് സോളാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനുണ്ടായ ഏറ്റവും വലിയ അപജയമാണ്. ഇപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ? ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അസ്ഥിരപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം കെ ബാബുവിന് മനസ്സിലായി. തന്നെയല്ല, കെ ബാബു ഈ പറയുന്ന ഒരു പാർലമെന്ററി വ്യാമോഹമൊക്കെ വെടിഞ്ഞിട്ട് അദ്ദേഹം ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല. പലരും ഈ കോൺഗ്രസിനുള്ളിൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ്. കോൺഗ്രസിൽ നിന്ന് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക തിരക്കിട്ട ഒരു രാഷ്ട്രീയ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പല വെളിപ്പെടുത്തലും ഉണ്ടാവും. ഇപ്പോൾ ഉമ്മൻചാണ്ടി അല്ല, ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഇനിയിപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാലും രമേശ് ചെന്നിത്തല പലതും തുറന്നെഴുതും. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലോ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ പലർക്കും വേദനിച്ചു. അതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പം കെ ബാബുവിൻ്റെ ഒരു ആത്മകഥ ഇനിയും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. KM മാണിയുടെ ആത്മകഥ പുറത്തേക്ക് വന്നു, അതും പ്രതിസന്ധി ഉണ്ടാക്കി കോൺഗ്രസിന്. എന്ന് വെച്ചാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അതുവരെ കോൺഗ്രസിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. ഇതൊരു അസ്ഥിരപ്പെടുത്തലാണ്. അസ്ഥിരപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇനിയും ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് ഇനിയും ഇത് തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ റീസെൻ്റായിട്ട് നമുക്ക് VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഒരു പുറത്തു നിന്നുകൊണ്ട് നോക്കുന്ന ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ സ്കാറ്റർ ചെയ്ത് കിടന്ന, ഇവിടെ പലയിടങ്ങളിലായിട്ടും മാറിയും തിരിഞ്ഞും കിടന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ ഒരു ചിട്ടയായ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ഒരു ചിട്ടവട്ടം കൊണ്ടുവന്നു. ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപേ തന്നെ പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടുന്ന ഒരാളായി VD സതീശൻ മാറുന്നതാണ് കാഴ്ച. അതായത് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നതിനേക്കാൾ കൂടുതൽ VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. എന്നാൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ പലതും ഈ VD സതീശൻ നേരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചില്ല. കാരണം കോടതി പോയാൽ പരാജയപ്പെടും. പക്ഷേ ഇതിനെ ഒരു ആരോപണമാക്കി നിലനിർത്തിക്കൊണ്ട് പോകണം. ഇപ്പം ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്ക് നുണ ലോകം ചുറ്റി വന്നിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അന്ന് പറയുന്ന പോലെ ഈ നുണ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കണം. ആ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ഇതൊക്കെ സത്യമാണ് എന്ന് ജനങ്ങൾ പകുതി പേരെങ്കിലും വിശ്വസിക്കും. ഈ ഒരു വിശ്വാസത്തെയാണ് ശരിക്കും VD സതീശൻ മുതലെടുത്തത്. അതിനുവേണ്ടി VD സതീശൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഇത് എന്താ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണം കോടതിയിൽ പോകുന്നു. കോടതി തേഞ്ഞൊട്ടി തിരിച്ചു വരുമ്പോൾ ക്രെഡിറ്റ് ആർക്കാ? സർക്കാരിനാണ് ആ ക്രെഡിറ്റ് കിടക്കുന്നത്. ഇപ്പം തന്നെ ഡേറ്റ ചോർച്ച ചെയ്യും, DAയുടെ മെസ്സേജ് പോയി എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? നല്ലൊരു സർക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ സർക്കാരിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വന്നു. പക്ഷേ VD സതീശൻ അങ്ങനെ ചെയ്തില്ല. VD സതീശൻ അതിനെ ആരോപണം എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് ചെയ്ത് അവിടെ നിർത്തി. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയിൽ അത് പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിൽ കൊടുക്കും. ജനങ്ങളുടെ ഉള്ളിലാണ് കൊടുത്തത്. അതെ, മാധ്യമങ്ങളുടെ മുന്നിലെത്തും. അതിനുവേണ്ടി തന്നെ കുറേയധികം മാധ്യമ പ്രവർത്തകരും അതിനുവേണ്ടി പരിശ്രമിച്ചു. കുറേയേറെ മാധ്യമങ്ങൾ അതിനുവേണ്ടി VD സതീശന് ഒപ്പം നിന്നു. ഇത് സതീശൻ എടുത്ത ഒരു രീതിയാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് സംഭവിച്ചു? രമേശ് ചെന്നിത്തല പതുക്കെ ഇല്ലാതായി പോകുന്നൊരവസ്ഥ ഉണ്ടായില്ലേ? ഇപ്പം ഈ പറയുന്ന VD സതീശനെ വീഴ്ത്താൻ വേണ്ടി ഒരു പറ്റം ആളുകൾ വേറെയും തിരിഞ്ഞു.
നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ പറയുന്ന യൂത്തിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് വി ഡി സതീശൻ വലിയ നേതാവായി മാറുന്നത്. അതേ യൂത്ത് തന്നെ വി ഡി സതീശനെ തിരിഞ്ഞു കുത്തുന്ന അവസ്ഥ വന്നു. ഇത് കോൺഗ്രസിനകത്ത് മൊത്തത്തിലുള്ള ഒരു പരിച്ഛേദമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തന്നെ ഇവിടെ ഒരു അസ്ഥിരപ്പെടുത്തൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉയർന്നു വരുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമങ്ങളല്ലേ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ വി എം സുധീരൻ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര ആദർശധീരനാണെന്ന് പറഞ്ഞാലും ആ വി എം സുധീരന് പിന്നെ മേലെ ഏറ്റവും വലിയ കളങ്കമല്ലേ ഇത്. കാര്യം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അദ്ദേഹത്തെ കോഴക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വി എം സുധീരൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരായി സുധീരൻ്റെ ഒരു ഇമേജ് തകർന്നടിഞ്ഞു. ഈ സുധീരൻ്റെ ഇമേജ് തകർന്നടിഞ്ഞു. ഈ പറയുന്ന എ കെ ആന്റണി ആദർശധീരനായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ എ കെ ആന്റണി എന്താണ് അവിടെ ചെയ്തത്? എ കെ ആന്റണി ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ നടന്നു, തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ നടന്നു, പിന്നെ രമേശ് ചെന്നിത്തല പിന്നെ ഇവരെ എല്ലാവരെയും വീഴ്ത്താൻ നടന്നു, കെ എം മാണിക്കിട്ട് പണി കൊടുത്തു. ഇതെല്ലാം ഈ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചില പടലപ്പിണക്കങ്ങളാണ്. അത് കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ തെളിഞ്ഞു വരും. ഇപ്പോൾ കോൺഗ്രസ് അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഇതിനെ ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ക്രൂശിക്കപ്പെടും. അതായത് ഇപ്പം ഈ പറയുന്ന ഇപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരിക്കുന്ന സാഹചര്യമല്ലേ. ഇനി ഈ പറയുന്ന പാർട്ടി പരാജയപ്പെട്ടു, യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ഇവിടെ പരാജയപ്പെട്ടു എന്ന് വയ്ക്കുക. ഈ പരാജയത്തിൻ്റെ ഇപ്പം മുഖ്യമന്ത്രിയാകാൻ നിരവധി പേരുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇനി വേറെ ആരെങ്കിലുമൊക്കെ അവകാശവാദം പറഞ്ഞു വരുമെന്ന് അറിയത്തില്ല. എന്നാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ വിജയമാണെന്ന് പറയും. ഇനി തോറ്റാൽ ആരുടെ കുറ്റമാണ്? അത് തീർച്ചയായിട്ടും വി ഡി സതീശൻ്റെ കുറ്റമാണ്. അപ്പം വി ഡി സതീശനെ ഇവർ തള്ളിപ്പറയുന്നൊരു സമയം ഉണ്ടാവും. ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ വി ഡി സതീശനെതിരായിട്ട് നാളെ ഒരു ആരോപണം ഉന്നയിക്കും. പാർട്ടിയെ പരാജയപ്പെടുത്തിയ ഒരാൾ ഞങ്ങളായിരുന്നു നിന്നിരുന്നെങ്കിൽ പാർട്ടിയുടെ ജയിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത് സംഭവിക്കുകയും ചെയ്യും. ഈ രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നു എന്ന് പറയുന്നു. ഇതെല്ലാം തിരിഞ്ഞുകുത്തി ഏറ്റവും അവസാനം വി ഡി സതീശൻ കുറ്റക്കാരനാവും. വി ഡി സതീശൻ എടുത്ത സ്ട്രാറ്റജികൾ മോശമായിരുന്നു എന്നുള്ള പേരുദോഷം വരും. ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ വനവാസത്തിന് തന്നെ പോകേണ്ടി വരും. രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെ അദ്ദേഹം പോകുമെന്നുള്ളതാണ് ഉറപ്പ്. അപ്പോൾ ഈ കെ ബാബുവിൻ്റെ വാക്കുകളെ നമുക്ക് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നതിനകത്ത് അല്ല കെ ബാബു പറഞ്ഞതിനകത്ത് ചില വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഇനിയൊരു പൊളിച്ചെഴുത്ത് നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് ഇതുവരെ നമ്മൾ കണ്ട പല വിഗ്രഹങ്ങളും ഒരുപക്ഷെ ഉടഞ്ഞു വീഴാനുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ട്.